ഹലോ ചങ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാൻ ഓഫ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ്. അറിയാലോ, AJ ക്രോണിൻ്റെ ഒരു മെമ്മോയർ എന്നൊക്കെ പറയാവുന്ന ഒരു സ്റ്റോറിയാണ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് എന്ന് പറഞ്ഞത്, അല്ലേ? അതായത് മൂപ്പര് ജോൺ എന്ന് പറഞ്ഞൊരു പയ്യനെ കുട്ടിക്കാലത്ത്, അതായത് അവൻ്റെ യങ് സ്റ്റേജിൽ ആത്മഹത്യയിൽ നിന്ന് രക്ഷിച്ചിട്ട് അയാൾക്ക് കുറച്ച് പൈസ ഒക്കെ കൊടുത്ത് സഹായിക്കും. പിന്നീട് ആ ജോണ് വളരെ നല്ലവനായിട്ട് മാറി ഒരുപാട് യുവാക്കളൊക്കെ സംരക്ഷിക്കുന്ന ഒരു നല്ലൊരു സാമൂഹിക പ്രവർത്തകനായിട്ട് മാറുകയാണ്, അല്ലേ? അപ്പോൾ അങ്ങനെ കുറേ കാലത്തിന് ശേഷം 25 വർഷത്തിന് ശേഷം ജോണ് ഒരു കപ്പലിൽ വെച്ചിട്ട് അവിചാരിതമായിട്ട് ആ ജോണിനെ കണ്ടുമുട്ടുന്നു. ജോണ് ക്രോണിനെ തിരിച്ചറിയുന്നു. അങ്ങനെ അവർ ആ പഴയ ഓർമ്മകളൊക്കെ പങ്കുവെക്കുന്നതാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് അതിൻ്റെ സമ്മറി നോക്കാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ റൈറ്റപ്പ് ആയാലും നറേഷൻ ആയാലും അതുപോലെ തന്നെ റിവ്യൂ ആയാലും ഒരു ഹെഡിങ് കൊടുക്കണം. പാഠത്തിൻ്റെ പേരിനെ കൊടുത്താൽ മതി. ഇനി തുടങ്ങാം. ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് ഈസ് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി റിട്ടൺ ബൈ AJ ക്രോണിൻ. അതായത് ഇനി വേണമെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ആൻ ഇംഗ്ലീഷ് റൈറ്റർ എന്നൊക്കെ കൊടുക്കുക, ഒരു ഫേമസ് ഇംഗ്ലീഷ് റൈറ്റർ എന്നൊക്കെ കൊടുക്കുക കേട്ടോ. എന്തായാലും AJ ക്രോണിൻ എന്ന ഇംഗ്ലീഷ് സാഹിത്യകാരൻ എഴുതിയിട്ടുള്ള മനോഹരമായ കഥയാണ് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ്. ദിസ് സ്റ്റോറി നറേറ്റ്സ് എ ടച്ചിങ് എപ്പിസോഡ് ഫ്രം ദ ഓതേഴ്സ് ഏർലി ലൈഫ് ആസ് എ ഡോക്ടർ ഇൻ ലണ്ടൻ. അപ്പോൾ മൂപ്പര് ലണ്ടനിൽ ഒരു ഡോക്ടറായിരുന്നു കുറേ കാലം. അതായത് എഴുത്തുകാരനായി മാറുന്നതിനൊക്കെ മുമ്പ് മൂപ്പര് ഡോക്ടറായിരുന്നു. അപ്പോൾ ഈ ഡോക്ടറുടെ സേവനം അനുഷ്ഠിച്ചു കൊണ്ടിരുന്ന ആദ്യ കാലഘട്ടങ്ങളിൽ മൂപ്പര് ലണ്ടനിലെ ഒരു വർക്കിംഗ് ക്ലാസ് കോളനിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അന്ന് മൂപ്പർക്ക് ഉണ്ടായ ഒരു ടച്ചിങ്, ഒരു ഹാർട്ട് ടച്ചിങ് എപ്പിസോഡിനെ കുറിച്ചാണ് മൂപ്പർ ഇവിടെ വർണ്ണിക്കുന്നത്. അറ്റ് ദ വെരി ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി, അപ്പോൾ ഈ കഥയുടെ തുടക്കത്തിൽ തന്നെ വി സീ ദാറ്റ് ദ നറേറ്റർ വാസ് എ സെക്കൻഡ് ഡേ ഓഫ് ദ വോയേജ് ഫ്രം US. മൂപ്പർ US അമേരിക്കയിലൊക്കെ പോയിട്ട് കറങ്ങി അടിച്ചു കണ്ട് തിരിച്ചു വരികയാണ്. വോയേജ് എന്ന് പറഞ്ഞാൽ കപ്പൽ യാത്ര. അവർ കപ്പലിൽ തിരിച്ചു വരികയാണ്. 2-ാം ദിവസമാണ് നമ്മുടെ കഥ തുടങ്ങുന്നത്. വൈൽ വാക്കിംഗ് അലോങ് ദ ഡെക്ക് he realized that one of the passengers was watching him closely. അപ്പോൾ ആ കപ്പലിൻ്റെ ഡെക്കിലൂടെ മൂപ്പരിങ്ങനെ നടക്കുന്ന സമയത്ത് മൂപ്പര് എന്താ മനസ്സിലാക്കുന്നത്, ഒരാൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നമ്മുടെ ക്രോണിനെ അങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. വളരെ ഏണസ്റ്റ്ലിയിലെ ഭയങ്കര അടുത്തായിട്ട് ആകാംക്ഷയോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ് കാണുന്നത്. ദ നറേറ്റർ ഫെൽറ്റ് ദാറ്റ് ദ മാൻ വാസ് നോട്ട് കോൺഫിഡൻറ്റ് ഇനഫ് ടു ടോക്ക് വിത്ത് ഹിം. അപ്പോൾ ആ മനുഷ്യന് നമ്മുടെ ക്രോണിനോടൊന്നും സംസാരിക്കാനൊന്നും നിൽക്കുന്നില്ല. അപ്പം ഇയാൾക്ക് ക്രോണിനോട് സംസാരിക്കാൻ കുറച്ച് എന്തുണ്ട്, കോൺഫിഡൻറ്റ് കുറവുണ്ട്, അല്ലെങ്കിൽ ഒരു ഓക്ക്വേർഡ്, ഷൈ ആണ് എന്നൊക്കെ നമ്മുടെ ക്രോണിൻ്റെ മനസ്സിലായി. ഹി വാസ് ഇൻ ഹിസ് ഏർലി 40s. അപ്പോൾ ക്രോണിൻ്റെ ഇങ്ങനെ ഇടം കണ്ടിട്ട് നോക്കിയപ്പം അയാളെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടി. അയാൾ ഏതാണ്ട് ഒരു 40 വയസ്സ് പ്രായമുള്ള ആളാണ്. അതുപോലെ തന്നെ ലേറ്റർ നറേറ്റർ ഡിസ്കവേർഡ് ദാറ്റ് ദ മാൻസ് നെയിം വാസ് ജോൺ. ആ മനുഷ്യൻ്റെ പേര് ജോൺ ആണെന്നൊക്കെ മൂപ്പര് പിന്നെ കപ്പലിലെ ജോലിക്കാരോടൊക്കെ ചോദിച്ചിട്ട് മനസ്സിലാക്കി. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് കിടക്കാം. ഓൺ ദ ഫൈനൽ ഈവനിങ് അറ്റ് സീ. അങ്ങനെ ആ കപ്പൽ യാത്ര ലണ്ടനിലേക്ക് മടങ്ങുകയാണല്ലോ അദ്ദേഹമൊക്കെ. അപ്പോൾ അതിൻ്റെ കപ്പലിലെ അവസാനത്തെ ദിവസം മിസ്സിസ് ജോൺ പെർസ്യൂഡഡ് ജോൺ ടു മീറ്റ് ദ നറേറ്റർ. അപ്പോൾ ഈ അവസാനത്തെ ദിവസം നമ്മൾ എഴുത്തുകാരൻ കാണുന്നത് എന്താ വെച്ചാൽ, ക്രോണിൻ കാണുന്നത് എന്താ വെച്ചാൽ, ഈ നേരത്തെ കണ്ട ജോൺ എന്ന മനുഷ്യനും അയാളുടെ ഭാര്യയും കൂടി അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഭാര്യ ഭർത്താവിനെ ഉന്തിത്തള്ളി വിടുകയാണ് ക്രോണിനോട് സംസാരിക്കാൻ. അപ്പോൾ ഇവർക്ക് എന്തോ ആവശ്യമുണ്ട് ക്രോണിനോട് സംസാരിക്കാൻ. ആഫ്റ്റർ ഇൻട്രൊഡ്യൂസിങ് ഹിംസെൽഫ് ജോൺ സ്റ്റാർട്ടഡ് ടെല്ലിങ് എ സ്റ്റോറി ടു ദ നറേറ്റർ. അങ്ങനെ ആദ്യം എൻ്റെ പേര് ജോൺ എന്നൊക്കെ പരിചയപ്പെടുത്തി വിസിറ്റിംഗ് കാർഡൊക്കെ കൊടുത്തതിന് ശേഷം ജോൺ അയാളുടെ കഥ പറയാൻ തുടങ്ങി നമ്മുടെ നെറേറ്ററിനോട്. അപ്പോൾ നെറേറ്റർക്ക് തോന്നുന്നുണ്ടാവും ഇയാളിപ്പോൾ എന്തിനാണ് ഇയാളുടെ കഥ എന്നോട് പറയുന്നത്, അല്ലേ? അപ്പോൾ എന്തായാലും അതിന് പിറകിലൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് അതിൽ കിടക്കാം. ഹിസ് പേരൻസ് വേർ ഡെഡ്. അപ്പം അവൻ്റെ പേരൻസ് ഒക്കെ മരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ജോണിൻ്റെ പേരൻസ് ഒക്കെ മരിച്ചതായിരുന്നു. ഹിസ് അങ്കിൾ ഹെൽപ്ഡ് ഹിം ടു ഗെറ്റ് ദ ജോബ് ഓഫ് എ ക്ലർക്ക് ഇൻ ലണ്ടൻസ് ലോയേഴ്സ് ഓഫീസ്. അപ്പം മൂപ്പരുടെ ഒരു വകയിലുള്ള ഒരു അങ്കിൾ എന്ത് ചെയ്തു, ഒരു അമ്മാവൻ മൂപ്പരെ ലണ്ടനിലുള്ള ഒരു വക്കീലിൻ്റെ ഓഫീസിൽ ഒരു ഗുമസ്ത പണിക്ക് ഏൽപ്പിക്കുകയാണ്. ഈ ഹാഡ് നോ ഫ്രണ്ട്സ് ദെയർ. അപ്പോൾ ലണ്ടനിൽ ആദ്യമായിട്ട് വന്നുകൊണ്ട് തന്നെ വലിയ കൂട്ടുകാരൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. സോ ഹി ഫെൽ ഇൻ ടു സം ബാഡ് കമ്പനീസ്. അതുകൊണ്ട് തന്നെ മൂപ്പര് കുറച്ച് മോശം കൂട്ടുകെട്ടിലേക്ക് പോയി. ആരും കൂടെ ഒന്നുമില്ലെങ്കിൽ, ആരും പരിചരിക്കാനോ കെയർ ചെയ്യാനൊന്നും ഇല്ലെങ്കിൽ എന്തായാലും വഴിതെറ്റി പോകാനുള്ള സാധ്യത കൂടുതലാണല്ലോ. ഹി സ്റ്റാർട്ടഡ് എൻജോയിങ് പ്ലഷേഴ്സ് ബിയോണ്ട് ഹിസ് മീൻസ് എന്ന് പറഞ്ഞാൽ സമ്പാദ്യം എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ തൻ്റെ സമ്പാദ്യത്തെക്കാളും കൂടുതൽ പണമൊക്കെ അവൻ ചെലവഴിക്കാൻ തുടങ്ങി അനാവശ്യ കൂട്ടുകെട്ടൊക്കെ ഉണ്ടായപ്പോൾ. ഹി സ്റ്റാർട്ടഡ് ബെറ്റിംഗ് ഓൺ ഹോഴ്സസ്. അപ്പോൾ അവൻ ഈ കുതിരപ്പന്തയങ്ങൾ പോലുള്ള നമ്മുടെ ഗാംബ്ലിങ്ങിലൊക്കെ ഏർപ്പെടാൻ തുടങ്ങി. അങ്ങനെ കുറേ പണമൊക്കെ നഷ്ടപ്പെടുത്തി. സൂൺ ഹി ലോസ്റ്റ് ഓൾ ഈസ് സ്മോൾ സേവിങ്സ്. അപ്പോൾ ആകെപ്പാടെ കുറച്ച് ചെറിയ ചെറിയ സേവിങ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ സമ്പാദ്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. ഇൻ ആൻ എഫേർട്ട് ടു റീകൂപ്പ് മണി. അപ്പോൾ ഈ നഷ്ടപ്പെട്ട പണമൊക്കെ റീകൂപ്പ് ചെയ്യാൻ നഷ്ടപ്പെട്ട പണം തിരിച്ചു പിടിക്കാൻ വേണ്ടി ഹി സ്റ്റോൾ സം മണി ഫ്രം ഹിസ് ഓഫീസ് സേഫ് ടു മേക്ക് എ ഫൈനൽ ബെറ്റ്. അവസാനമായിട്ടൊരു ബെറ്റും കൂടി നടത്തിയിട്ട് എല്ലാ പൈസയും കൂടി തിരിച്ചു പിടിക്കാമെന്ന് കുട്ടി വിചാരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവൻ എന്ത് വിചാരിച്ചാൽ ഇവൻ്റെ അഡ്വക്കേറ്റിൻ്റെ ഓഫീസിൽ നിന്ന് എന്ത് ചെയ്തു, കുറച്ച് പൈസ മോഷ്ടിച്ചു. ഒരു ചെറിയ തുകയാണ് കേട്ടോ. ബട്ട് അഗൈൻ ഹി ലോസ്റ്റ്. പക്ഷേ ആ സമയത്തും പരാജയം തന്നെയാണ് ഉണ്ടായത്. തിങ്കിങ് ഓഫ് ഫ്യൂച്ചർ പ്രോസിക്യൂഷൻ ഹി ബിക്കെയിം അഫ്രൈഡ് ആൻഡ് ഡിസൈഡഡ് ടു കമ്മിറ്റ് സൂയിസൈഡ്. അപ്പോൾ നമുക്കറിയാം ഒരു അഡ്വക്കേറ്റിൻ്റെ ഓഫീസിലെ പണമാണ് മോഷ്ടിച്ചത്, പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, അല്ലേ? അപ്പോൾ എന്തായാലും ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഉണ്ടാകുന്ന പ്രോസിക്യൂഷൻ വിചാരണയും അതിനുശേഷം
അതിനുശേഷം തന്നെ ഒരു കള്ളനാക്കി ചിത്രീകരിക്കും, ജയിലിലടയ്ക്കും എന്നൊക്കെ പേടിച്ചപ്പോൾ ഈ കുട്ടി ആകെ പേടിച്ചു. അപ്പോൾ അവന് കമ്മിറ്റ് സൂയിസൈഡ് അല്ലേ, സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. ഹീ ഷട്ട് ഡൗൺ റൂം ആൻഡ് ടേൺ ഓൺ ദ ഗ്യാസ്. അങ്ങനെ റൂം അടച്ചിട്ട്, റൂമിൻ്റെ വാതിലൊക്കെ അടച്ചിട്ട് അവൻ എന്ത് ചെയ്തു, ഗ്യാസ് ഓൺ ചെയ്തു. അങ്ങനെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് മരിക്കാനുള്ള പ്ലാൻ ആയിരുന്നു. ഇനി അടുത്ത പേജിലേക്ക് വരാം കേട്ടോ. ദ നറേറ്റർ ഹു വാസ് എ ഡോക്ടർ ഹു കാൾഡ് ടു അറ്റൻഡ് ടു ഹിം ആസ് ഹി വാസ് ഫൗണ്ട് അൺകോൺഷ്യസ്നെസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു നറേറ്റർ അതിൻ്റെ അടുത്ത് തന്നെ, അതായത് എ ജെ ക്രോണിങ് ഈ കുട്ടി താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ അപ്പം തന്നെ ഇയാൾ എന്ത് ചെയ്തു, ഡോക്ടറാണല്ലോ, അപ്പോൾ ഈ കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചപ്പം തന്നെ അയാളെ വന്ന് വിളിക്കപ്പെട്ടു. വന്ന് വിളിച്ചത് ഒരു പോലീസുകാരനാണ്. ദർ വാസ് ഓൾസോ എ പോലീസ് മാൻ ആസ് വെൽ ആസ് ദ ലാൻഡ് ലേഡി ഓഫ് ജോൺ. അപ്പോൾ ഈ ജോണിൻ്റെ ലാൻഡ് ലേഡി, അതായത് അവൻ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ആ ലോഡ്ജിൻ്റെ ഉടമസ്ഥ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയും അതേപോലെ തന്നെ ഒരു പോലീസുകാരനും കൂടി അവിടെ ഉണ്ടായിരുന്നു. ഈ പോലീസുകാരനാണ് നമ്മുടെ നറേറ്ററെ വിളിച്ചു കൊണ്ടുവരുന്നത്. ദ ഡോക്ടർ സൂൺ റിസീവ്ഡ് ഹിം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഡോക്ടർ വന്നിട്ട്, അതായത് നമ്മുടെ നറേറ്ററായ എ ജെ ക്രോണിൻ വന്നിട്ട് ഈ കുട്ടിയെ പരിചരിച്ചു. ജോൺ കൺഫസ്ഡ് ദം വൈ ഹി ട്രൈഡ് ടു കമ്മിറ്റ് സൂയിസൈഡ്. അപ്പോൾ ജോണ് ഇവർക്ക് മുന്നിൽ കൺഫസ് ചെയ്തു. കൺഫസ് ചെയ്യാൻ തുറന്നു പറയാം എന്തിനു വേണ്ടിയിട്ടാണ് അവനിങ്ങനെ സൂയിസൈഡ് ചെയ്തതെന്ന്. അപ്പോൾ ഈ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ ആ ഒരു ചൂതാട്ടം നടത്തിയതും പണം നഷ്ടപ്പെട്ടതും തിരിച്ചു പിടിക്കാൻ മോഷണം നടത്തിയ കാര്യങ്ങളൊക്കെ അവന് ഈ 3 പേരോടായിട്ട് പറഞ്ഞു കൊടുത്തു. ദ ഡോക്ടർ, ദ പോലീസ്മാൻ ആൻഡ് ദ ലാൻഡ് ലേഡി ഫെൽറ്റ് പിറ്റി ഫോർ ഹിം ആൻഡ് ദേ ഡിസൈഡഡ് ടു ഗീവ് ഹിം ദ ബോയ് എ ന്യൂ സ്റ്റാർട്ട്. അപ്പോൾ ഇത് കേട്ടുന്ന 3 പേർക്കും, അതായത് പോലീസുകാരനും ലാൻഡ് ലേഡിക്കും അതേപോലെ നമ്മുടെ ക്രോണിനും എന്തായി, ആകെ സങ്കടമായി, പിറ്റി തോന്നി അല്ലേ. അങ്ങനെ അവർ തീരുമാനിച്ചു നമ്മുടെ ഈ ബോയ്ക്ക് ഒരു പുതിയൊരു തുടക്കം കൊടുക്കാമെന്ന്. ഏതായാലും അവന് മൊത്തം നഷ്ടപ്പെട്ട് നിൽക്കല്ലേ, അപ്പോൾ ഒരു പുതിയൊരു ജീവിതം കൊടുക്കാമെന്ന് അവർ തീരുമാനിക്കുകയാണ്. ദ ഡോക്ടർ ഗേവ് ഹിം ദ മണി ടു റീപ്ലേസ് വാട്ട് ഹി ടുക്ക് ഫ്രം ഹിസ് ഓഫീസ് സേഫ്. അപ്പോൾ നമ്മുടെ എ ജെ ക്രോണിൻ കൊടുത്തെന്താണെന്ന് വിചാരിച്ചാൽ അവന് ഒരു ചെറിയ 7 pounds 10 shilling എന്ന് പറഞ്ഞ ചെറിയൊരു എമൗണ്ടാണ് ഓഫീസ് സേഫ് നിന്ന് മോഷ്ടിച്ചിരുന്നത്. ആ പണം തിരിച്ചു കൊടുക്കാൻ ആര് തീരുമാനിച്ചു, നമ്മുടെ എ ജെ ക്രോണിൻ. അങ്ങനെ എ ജെ ക്രോണിൻ ആ പണം കുട്ടിക്ക് തിരിച്ചു കൊടുത്തു. മെല്ലെ ഓഫീസ് സേഫിൽ കൊണ്ടുപോയി വെച്ചാൽ പിന്നെ ശിക്ഷാ നടപടികളൊന്നും ഉണ്ടാവില്ലല്ലോ, മുതലാളി അറിയില്ലല്ലോ. ദ പോലീസ്മാൻ വുഡ് നോട്ട് റിപ്പോർട്ട് അഗെയിൻസ്റ്റ് ജോൺ. എന്നാൽ പോലീസ്മാൻ ചെയ്തു കൊടുത്ത സേവനം എന്താണെന്ന് വിചാരിച്ചാൽ, നമുക്കറിയാം ഒരു കറക്റ്റ് പോലീസ് ഓഫീസർ ആണെങ്കിൽ ആ സമയത്ത് 2 കേസ് എടുക്കണം അല്ലേ, ഒന്ന് മോഷണ കുറ്റവും മറ്റൊന്ന് ആത്മഹത്യാ കുറ്റവും. പക്ഷേ ഈ പോലീസുകാരൻ അത് രണ്ടും ചെയ്തില്ല. ഈ കാര്യം ആരോടും റിപ്പോർട്ട് ചെയ്യില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അപ്പോൾ അതിലൂടെ ഈ കുട്ടിക്ക് രണ്ടാമതും എന്ത് ചെയ്യുക, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കാമല്ലോ. ദ ലാൻഡ് ലേഡി വുഡ് ഗിവ് ഹിം എ മന്ത്സ് ഫ്രീ ബോർഡ്. അപ്പോൾ ഈ കുട്ടി ആകെ എല്ലാം തകർന്ന് കിടക്കുകയാണ്. ഇനിയിപ്പോൾ ജോലിയൊക്കെ ചെയ്ത് പുതിയ സമ്പാദ്യങ്ങളൊക്കെ വരണം. അപ്പോൾ അതുവരെ ഒരു മാസത്തെ ഫ്രീ ആയിട്ടുള്ള താമസവും ഭക്ഷണവും കൊടുക്കാമെന്ന് ആരും ഏറ്റു, ആ ഒരു ലോഡ്ജിൻ്റെ ഉടമസ്ഥയും ഏറ്റു. ജോൺ നൗ ചേഞ്ച്ഡ് കംപ്ലീറ്റ്ലി. അങ്ങനെ ആ ഒരു സംഭവത്തോട് കൂടിയിട്ട് നമ്മുടെ ജോൺ ആകെ മാറുകയാണ്. ഹി ബിക്കെയിം എ ലോയർ ആൻഡ് ഓൾസോ വർക്കിംഗ് ആസ് എ ഡയറക്ടർ ഓഫ് എ ചാരിറ്റബിൾ ട്രസ്റ്റ്. മൂപ്പര് പിന്നീട് ഒരു ഡോക്ടറായിട്ട്, ഒരു അഡ്വക്കേറ്റായിട്ട് മാറുന്നു. അതേപോലെ തന്നെ അതുമാത്രമല്ല, ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ, ഒരു സോഷ്യൽ സർവീസ് നടത്തുന്ന ഒരു സംഘടനയുടെ ഡയറക്ടറായിട്ടും അദ്ദേഹം മാറുകയാണ്. നൗ ഹി ആൻഡ് ഹിസ് വൈഫ് ആർ ഹെൽപ്പിംഗ് ദ ബാക്ക്വേർഡ് മലജസ്റ്റഡ് ആൻഡ് ഡെലിൻക്വറ്റ് യൂത്ത് ടു റിട്ടേൺ ടു നോർമൽ ലൈഫ്. അപ്പോൾ ഒരിക്കലും ജോണിന് സംഭവിച്ച കാര്യം ഇനി ഒരു കുട്ടിക്കും സംഭവിക്കരുത് എന്ന് അദ്ദേഹം തീരുമാനമെടുത്തു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ചാരിറ്റിയിൽ അദ്ദേഹം ചെയ്യുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മുടെ ഈ മലജസ്റ്റഡ് അതേപോലെ ഡെലിൻക്വൻ്റ് ആയിട്ടുള്ള യൂത്തുകളുണ്ടല്ലോ, അതായത് വഴിതെറ്റി പോകുന്ന ഈ കൗമാര കുറ്റകൃത്യങ്ങളിലൊക്കെ ഏർപ്പെടുന്ന യുവാക്കളും യുവതികളൊക്കെ, അവരെയൊക്കെ കോടതികളിൽ നിന്നൊക്കെ റിലീസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ജുവനൈൽ ഹോമിൽ നിന്നൊക്കെ റിലീസ് ചെയ്തിട്ട് അവരെ നല്ലൊരു ഹെൽത്തി അറ്റ്മോസ്ഫിയറിൽ താമസിപ്പിച്ചതിന് ശേഷം അവർക്കൊരു ജോലിയിലൊക്കെ ഒരു പരിചയം കൊടുത്തിട്ട് അവരെ വിട്ടയക്കുക എന്നുള്ളൊരു സോഷ്യൽ സർവീസ് ആയിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത്. ഓൺ ഹിയറിംഗ് ജോൺ സ്റ്റോറി. അപ്പോൾ ഈ ജോണിൻ്റെ ഈ ഒരു സ്റ്റോറി കേട്ടതും ദ നറേറ്റർ റിയലൈസ്ഡ് ദാറ്റ്, നറേറ്റർക്ക് മനസ്സിലായി എന്ത്, ദ മണി ഹി ഗാവ് ജോൺ വാസ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഹി എവർ മെയ്ഡ്. താൻ അന്ന് ജോണിന് കൊടുത്ത ചെറിയൊരു തുക ഉണ്ടല്ലോ, 7 pounds 10 shilling, ആ ഒരു പണം താൻ ജീവിതത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത ഏറ്റവും വലിയൊരു നിക്ഷേപമാണെന്ന് നമ്മുടെ ക്രോണിൻ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ തന്നെ ആ ഒരു സ്റ്റോറിക്ക് വളരെ ആപ്റ്റ് ആണെന്ന് പറയാം അല്ലേ. അപ്പോൾ ആ രീതിയിലൊക്കെയാണ് നിങ്ങൾക്ക് റിവ്യൂ ഒക്കെ വരിക കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.